കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തുടരുന്ന മഴ 9ഓളം പേർ മരിച്ചു. അതിലേറെ നാശനഷ്ടങ്ങളുണ്ടായി. നമ്മുടെ പുതിയ സംസ്ഥാന സർക്കാർ ഇത് മുൻകൂട്ടി കാണുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് തോന്നുന്നത്. എന്താണ് അതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോൾ ഈ സമയത്ത് അത് ചർച്ച ചെയ്യണോ വേണ്ടെന്നൊക്കെയുള്ള കാര്യത്തിൽ ആളുകൾക്കൊക്കെ സംശയമുണ്ട്. പക്ഷെ ഒരു കാര്യം കറക്റ്റാണ്. കാരണം ഇവർ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇപ്പം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചേക്കുന്നത്? 2018 ഒരു മഹാപ്രളയം ഉണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം. 485-നും 500-നും അടക്കമുള്ള ആളുകൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിന് ശേഷം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഈ ഡിസാസ്റ്റർ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് 444 പേജുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചേ ഉള്ളൂ. ആ 444 പേജുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് PDNA, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് എന്നാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ വിശദമായിട്ട് അത് താങ്കൾ അറിയേണ്ടത് യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്നും അതുപോലെ UN ആയിട്ട് ചേർന്നും വേൾഡ് ബാങ്കൊക്കെ ആയിട്ട് ചേർന്നുമാണ് പഠനം നടത്തിയതും അതിൻ്റെ എക്സ്പേർട്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം നമ്മൾ പിന്നീട് എല്ലാ മഴക്കാലങ്ങളിലും വലിയ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അത് ഇത്തവണ നടത്തിയിട്ടില്ല. ഈ നടത്തിയിട്ടില്ലെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം നോക്കിയാൽ മതി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ പ്രദീപൊക്കെ ഓർക്കുന്നുണ്ടാവും വാർത്ത വായിച്ചിട്ടുള്ളത്. അതായത് ഭയങ്കരമായി വെള്ളം കയറുകയും ചെളിവെള്ളം നിറയുകയൊക്കെ ചെയ്തു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ തവണ അത് കൃത്യമായി നടന്നില്ല. അപ്പോൾ അതിന് ചില കാരണങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ ആയിരുന്നു, കാര്യങ്ങളായിരുന്നു ഒക്കെ നമുക്ക് പറയാം. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഈ സർക്കാരിന് കഴിഞ്ഞില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. 11:15 രാത്രി 11:15 എന്ന് പറയുമ്പോൾ ഒരു 90% ആളുകൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഇപ്പം ഈ എറണാകുളം ജില്ലയിലൊക്കെ ഇരുന്ന് ചിലപ്പോൾ പറയുമ്പോൾ ആളുകൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്നു. പക്ഷേ എറണാകുളത്തെ പോലെയല്ല. ഇപ്പോൾ കോട്ടയം കിഴക്കൻ മേഖലകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ 8 മണിക്ക് 9 മണിക്ക് തന്നെ കിടന്നുറങ്ങും. കാരണം അതിരാവിലെ എഴുന്നേറ്റ് പലപ്പോഴും മറ്റേ ജോലിക്ക് പോവുകയും റബ്ബർ ടാപ്പിങ്ങിന് പോവുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതിനുശേഷം 11:15 റെഡ് അലേർട്ട് ഉണ്ടായേക്കും, അല്ലെങ്കിൽ അതിന് സമാനമായി ചിലപ്പോൾ മഴ ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ കൊടുക്കുന്നത്. ഇത് ആർക്കാണ് കിട്ടുന്നത്? പിന്നെ രണ്ടാമത്തെ കാര്യം, പിറ്റേ ദിവസം അതായത് തൊട്ടടുത്ത ദിവസം രാവിലെ 7 മണിക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം 9, അതായത് വെള്ളിയാഴ്ച താങ്കൾ അറിയേണ്ടത് 9 ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിലൊരു ഏകോപനങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു പാളിച്ച ഉണ്ടായി എന്നുള്ളതാണ്. അതേപോലെ ഇപ്പം IMD, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ പോട്ടെ, ഇപ്പം ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങളെ കുറിച്ചാണല്ലോ താങ്കൾ ചോദിച്ചത്. ഇത് മുന്നൊരുക്കം പോട്ടെ. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം, അപകടം ഉണ്ടായതിനു ശേഷമുള്ള സിറ്റുവേഷൻ എന്താ? ഇപ്പൊ മുതലപ്പുഴയിൽ 10 പേരെ കാണാതായി. ഈ 10 പേരെ കാണാതായതിനു ശേഷം താങ്കൾ അറിയേണ്ടത് 14 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. 14 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ഈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ചില അലംഭാവം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ നമ്മള് സർക്കാരിൻ്റെ ഒപ്പം നിൽക്കേണ്ട സമയമാണ്. കാരണം ഇതിനെ നേരിടാൻ വേണ്ടി ശ്രമിക്കേണ്ട സമയമാണ്. ഇന്നിപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, കുറച്ച് പകുതി പ്രശ്നങ്ങളില്ലാതെയുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി ഞാൻ താങ്കളോട് പറയാം. ഇപ്പൊ മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകി. ഈരാറ്റുപേട്ടയിലും പാലയിലും ഒരിക്കലും ഇല്ലാത്തത് വെള്ളം കയറി. ഇപ്പം നമ്മുടെ PC ജോർജിന്റെ വീട്ടിൽ തന്നെ അവർ 2ാം നിലയിലേക്ക് പോകേണ്ടി വന്നു. ഏതാണ്ട് 4 അടിയോളം വെള്ളം. അതെ, ഇതൊക്കെ നമുക്ക് എന്തായാലും മുൻകൂട്ടി കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം മഴ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. പക്ഷെ മഴയും 2018 ഉണ്ടായി എന്നൊക്കെ ഇവർ പറയുന്നത് ശരിയല്ല. ഇപ്പൊ പത്തനംതിട്ട ലാഹയിലാണ് ഏറ്റവും കൂടുതൽ മഴ ഉണ്ടായത്. അത് 25 സെന്റിമീറ്ററാണ്. അതുപോലെ തൊടുപുഴയിലുണ്ടായി, അത് 24 മണിക്കൂറിനും 21 സെന്റിമീറ്ററാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം മഴയുടെ കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട് പ്രദീപ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു 24 മണിക്കൂർ കൊണ്ട് 25 സെന്റിമീറ്റർ പെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഒരു 2 മണിക്കൂർ കൊണ്ട് 10 സെന്റിമീറ്റർ പെയ്താൽ. കാരണം അതിന്റെ ആഘാതം കുറെ കൂടി കൂടുതലായിരിക്കും. അപ്പൊ അത്തരത്തിൽ പലപ്പോഴും പത്തനംതിട്ട, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പല മലയോര പ്രദേശങ്ങളിലൊക്കെയാണ് ഇത്രയും മഴ കനത്ത ഉണ്ടായിരുന്നെങ്കിൽ വലിയ ഉരുൾപൊട്ടലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേനെ. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ പോയില്ല എന്നുള്ളതിൽ നമുക്ക് ആശ്വസിക്കാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മാലിന്യം നീക്കം ചെയ്യൽ ഇപ്പോഴും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഞാൻ പ്രദീപ് പറയേണ്ടത്, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ നമ്മുടെ എരൂരൊക്കെയുള്ള കണിയാമ്പുഴ എന്ന് പറയുന്ന സ്ഥലം. ഈ കണിയാമ്പുഴയിൽ എല്ലായ്പ്പോഴും വെള്ളം പൊങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഡ്രഡ്ജിങ് കൃത്യമായി നടന്നുകൊണ്ടാണ്. അതായത് അവിടത്തെയുള്ള ചെളിയും മണലും നീക്കം ചെയ്യുന്നത് കൃത്യമായി നടത്തിയില്ലെങ്കിൽ അതിന്റെ തൊട്ട് സൈഡിലുള്ളതെല്ലാം മുങ്ങും. കാരണം എറണാകുളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് ഈക്വലായിട്ടാണ് എറണാകുളം നിൽക്കുന്നത്. അപ്പൊ
ആലപ്പുഴ ഏതാണ് എല്ലാം അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മൾ ഈ MG റോഡിൽ, എറണാകുളം MG റോഡിൽ വെള്ളം പൊങ്ങുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ കാണകൾ കൃത്യമായി ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മഴയിൽ വെള്ളം പൊങ്ങൂല. പൊങ്ങൂല. അതേസമയം 2-3 മഴയൊക്കെ ചെയ്ത് കണ്ടിന്യൂസ്ലി എന്നാലേ പൊങ്ങുള്ളൂ. പക്ഷെ ഇത്തവണ എന്ത് സംഭവിച്ചത്? ഇത്തവണ മഴ പെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ വെള്ളം പൊങ്ങി. ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത് മിക്ക അണക്കെട്ടുകളിലും 30-35% വെള്ളമുള്ളൂ. അപ്പോഴാണ് ഇത് വെള്ളം പൊങ്ങിയേക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് ഗവൺമെന്റുകൾക്ക് ചില പ്രശ്നങ്ങൾ പറ്റി. അത് പറ്റിയെന്ന് പറയുന്നത് ഇപ്പൊ അവരെ രാഷ്ട്രീയമായിട്ട് എതിർക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പറയണേ. പകരം അതിൽ നിന്ന് അവര് പാഠം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അത് പോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അത് മുന്നോക്കം എടുത്തേ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ നമുക്കറിയാലോ, ഇപ്പൊ പിണറായി സർക്കാർ എന്ന് പറഞ്ഞൊരു സർക്കാർ ഉണ്ടായിരുന്നു. ആ സർക്കാരിന്റെ കാലത്താണ് ഞാൻ പറയുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്ന് പറയുന്ന 454 റിപ്പോർട്ടുള്ളത്, ജോയിന്റ് റാപ്പിഡ് ഡാമേജ് ആൻഡ് നീഡ്സ് അസസ്മെന്റ് എന്ന് പറയുന്ന JRDNA എന്ന് പറയുന്ന മറ്റു റിപ്പോർട്ടുകളുള്ളത്. ആ സമയത്ത് നമ്മൾ ഏതാണ്ട് 65,000 പേരെ രക്ഷിച്ചിരുന്നു. മരണത്തിലേക്ക് പോകാതെ രക്ഷിക്കാൻ കഴിഞ്ഞു, ഏത് വലിയ പ്രളയം ഉണ്ടായ സമയത്ത്. പിന്നെ ഇതിന്റെ ലോങ് ടൈമിലുള്ള പഠനവും നടക്കേണ്ടതാണ്. ഇപ്പൊ 2000-2010 ശേഷം, നേരത്തെ 2000-ന് മുമ്പ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു സ്ഥലവും തീവ്ര മഴ കിട്ടുന്ന സ്ഥലങ്ങളായിരുന്നില്ല. അപ്പൊ അതിന് ശേഷം എന്ത് ചെയ്തു? ഇത് മാറി വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇപ്പൊ തുറന്നു പറഞ്ഞാൽ പിണറായി വിജയൻ ഗവൺമെന്റിനെ പോയിട്ട് കമ്പയർ ചെയ്താൽ അവരെടുത്തത്രയും ഇനീഷ്യേറ്റീവ് വി.ഡി. സതീശൻ ഗവൺമെന്റ് എടുത്തില്ല. പക്ഷെ ഇനിയെങ്കിലും നിങ്ങളത് എടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കും. മുതലപ്പുഴയിൽ 10 പേരെ സർക്കാരിന് ഒരു ന്യായീകരണം പറയാം. ഞങ്ങളിപ്പോ അധികാരത്തിലേക്ക് കുറച്ച് സമയം ആയുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ന്യായീകരണം പറയാം. അതൊരു ന്യായീകരണമായിട്ട് എടുക്കാൻ പറ്റുമോ നമുക്ക്? ഇതൊന്നും ന്യായീകരണം അല്ലല്ലോ പ്രദീപേ. അതായത് ഞാൻ വണ്ടി ഓടിക്കാൻ ഇന്ന് കയറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് KSRTC ബസ് ഓടിച്ചിട്ട് അതിലുള്ള 150 പേര് അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയിട്ട് പിന്നെ 18 കാര്യമുണ്ടോ? അതുപോലെ അല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ പ്രദീപ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ മറ്റേ ദുരിത നിവാരണ സേനയും അതുപോലെയുള്ള ആളുകളും NDRF എല്ലാ കാര്യങ്ങളും പഴയത് തന്നെയാണ്. അല്ലാതെ അതൊന്നും മാറിയിട്ടില്ല. ആകെ ഒറ്റ കാര്യമേ ആവശ്യമുള്ളൂ. എന്താണ്? ഒരു ലീഡർഷിപ്പ്. ഇതിന് കൃത്യമായി ഇടപെടാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ടാകണം. ആ ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണ്. അതിന് നിങ്ങൾ പിന്നെ 2 മാസമായുള്ള 3 മാസമായുള്ളൊന്നും പറയണ്ട. കാരണം എന്താ? പ്രദീപ് നാളെ രതീഷ് ചക്രവാണിയോ പ്രദീപോ തന്നെ ആ സ്ഥാനത്തേക്ക് എത്തിയാലും പ്രദീപ് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അവിടെ തന്നെ ഉണ്ട്, അവര് എക്സ്പെർട്ടൈസ്ഡ് ആണ്. അതുപോലെ ദുരന്ത നിവാരണ സേനയുണ്ട്, നിങ്ങൾക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്, കളക്ടർമാരുണ്ട്. ഒന്നും നിങ്ങൾ ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ ഏകോപിപ്പിക്കുക, അതിനെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുക. അതിൽ ചില കുഴപ്പങ്ങൾ പറ്റി. ഇനി ഏറ്റവും പറഞ്ഞു ഞാൻ പോട്ടെ, ഇപ്പോൾ ഇതെല്ലാം വിട്ടേക്കും. മുതലപ്പുഴയിൽ 10 പേരെ കാണാതായിട്ട് 14 മണിക്കൂർ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രദീപിക്കുന്നത്? നമ്മൾ 2026-ലാണ് ജീവിക്കുന്നത്. 2026-ലാണ് ജീവിക്കുന്നത്. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ 2018 ഇത്രയും വലിയ പ്രളയം, ആ പ്രളയത്തിന്റെ ഗ്രാവിറ്റി നമ്മളൊന്ന് മനസ്സിലാക്കണം. 54 ലക്ഷം പേരെ അഫക്ട് ചെയ്തതാണ്. 342 ലാൻഡ് സ്ലൈഡുകളാണ് ആ സമയത്ത് ഉണ്ടായത്. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ 483 പേര് മരിച്ചു, ശരിയാണ്. പക്ഷെ ആ 483 മരണം ഒതുക്കാൻ കഴിഞ്ഞത് നമ്മൾ 65,000 പേരെ രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഇത് ഗവൺമെന്റിന് ചില ചെറിയ കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്. ആ കുഴപ്പങ്ങളിൽ ഗവൺമെന്റിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ പ്രശ്നങ്ങളാണ്. ആ ക്വാളിറ്റിയുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റ് മാറ്റണം അടിയന്തരമായി. കാരണം ഇനിയും മഴ പെയ്യും, മഴ തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഇല്ല, നമ്മളിപ്പോ ഒരു കുറ്റം പറയേണ്ട ഒരു സിറ്റുവേഷനിലല്ല നമ്മളിപ്പോ ഉള്ളത്. ഇപ്പൊ നമ്മുടെ മന്ത്രിസഭ എന്താണ് ചെയ്യാൻ പറ്റുക? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. രാത്രി 11:15 ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദീപിനൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പൊ എനിക്ക് ഇന്നലെ മുതൽ എന്ത് ചെയ്തിരുന്നു, ഇപ്പൊ ഇതിന്റെ ചില ഗുണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ മുതൽ ഇപ്പൊ ഇതിൽ ചില മെസ്സേജസ് വന്നു തുടങ്ങി. അടുത്ത 3 മണിക്കൂറിൽ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും 40-50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. 1 മണിക്കാണ് ഈ മെസ്സേജ് വന്നേക്കുന്നത്. ഇന്നലെ രാത്രി 2:15-നാണ്. മനസ്സിലായോ? അതിന് മുമ്പത്തെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജ് വന്നേക്കുന്നത് ഫ്രൈഡേ 17-ാം തീയതി ജൂലൈ 11-1-നാണ്. അടുത്ത 3 മണിക്കൂറിൽ ഇതുപോലെ തന്നെ പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യത.
10 AM 17 ജൂലൈ ടു IMD. ഇത് KSDMA അയച്ചേക്കണതാണ്, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അയച്ചേക്കണതാണ്. അതെ. ഇതിന്റെ അർത്ഥം തന്നെ ഒരു കാര്യം പറയാം, വെള്ളിയാഴ്ച വരെ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഉണ്ടായില്ല. അപ്പൊ ഇനിയെങ്കിലും നിങ്ങളിപ്പോ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഏകോപനത്തിന് മന്ത്രിമാരും ബാക്കിയുള്ളവരും സമയം കണ്ടെത്തണം. അല്ലാതെ ഈ കേരളത്തില് മറ്റേ അലംഭാവത്തോടു കൂടി നിങ്ങൾ ഇരിക്കരുത് എന്നുള്ളതാണ്. ഒരു സഹായം എത്തിക്കാൻ പ്രദീപ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ആളുകളെ കാണാതായ 14 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ തെരഞ്ഞിട്ട് എന്താ പ്രദീപ് ചെയ്യുന്നത്? അതും നമ്മൾ ഇത്രയും മോഡേൺ ആയ ഒരു കാലഘട്ടത്തിൽ അതിന്റെ ഉദ്യോഗസ്ഥൻ വന്നെന്ന് പറയുന്നുണ്ട്. ഞാൻ മറ്റേ നേവിയുടെയോ മറ്റേ ഇവരുടെയോ കോസ്റ്റ് ഗാർഡിന്റെയോ മറ്റേ ബോട്ടിന് പറഞ്ഞിട്ടുണ്ട്, അത് വന്നിട്ടില്ലെന്നാ പുള്ളി പറയുന്നത്. അപ്പൊ അത് റെഡിയാക്കി നിർത്തണമെന്നാണ് പറയാനുള്ള. ഏത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, മഴ തടച്ചിരുത്താൻ പറ്റൂല. മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് റഷ്യ സംഘടന ഒന്നുമല്ലല്ലോ, പെയ്യുമ്പോ പെയ്യ്, അത് കഴിയുമ്പോൾ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. മഴ എന്ത് ചെയ്യണം? തടഞ്ഞു നിർത്തണം. ഇതാണ്